പ്രിയ സഹോദരങ്ങളെ, ഇന്ന് വിശുദ്ധ വാരത്തിൻ്റെ തിങ്കളാഴ്ചയാണ്. ഇന്നലെ ഓശാന ഞായർ. യേശു ഒരു രാജാവിനെപ്പോലെ യെരുശലേമിലേക്ക് കടന്നു വന്നു. ജനക്കൂട്ടം ഓശാന, ദാവീദിൻ്റെ പുത്രന് ഓശാന എന്ന് ആർത്തു വിളിച്ചു. ഈന്തപ്പനയോലകൾ വഴിയിൽ വിരിച്ചു. ആ ആരവം, ആ ഘോഷം, ആ ജയസ്വരം ഇന്നലത്തേതാണ്. എന്നാൽ ഇന്ന് ആ ആരവം അടങ്ങിയിരിക്കുന്നു. ഇന്ന് നമ്മൾ ബേഥാനിയയിലെ ഒരു ചെറിയ വീട്ടിലാണ്. ഒരു അത്താഴമേശയ്ക്ക് ചുറ്റും നിശബ്ദത, എണ്ണവിളക്കിൻ്റെ മഞ്ഞ വെളിച്ചം, ഭക്ഷണത്തിൻ്റെ ഗന്ധം. ആ മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നവരെ ഓർക്കുക. 4 പേർ. ഓരോരുത്തരും ഒരു വ്യത്യസ്ത തരം സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ സ്നേഹരാഹിത്യത്തിൻ്റെ പ്രതീകമാണ്. ഈ രാത്രി ആ മേശയ്ക്ക് ചുറ്റും 2 സ്നേഹങ്ങൾ മുഖാമുഖം നിൽക്കുന്നു. ഒരു സ്നേഹം ലോകത്തിലെ ഏറ്റവും വിലയേറിയ സുഗന്ധം മുഴുവനും ഒഴിച്ചു കളഞ്ഞു. മറ്റൊരു സ്നേഹം ലോകത്തിൻ്റെ രക്ഷകനെ 30 വെള്ളിക്കാശിന് വിറ്റു. നിങ്ങൾ ആ മേശയ്ക്ക് ചുറ്റും ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരായിരിക്കും? ഈ വിശുദ്ധ തിങ്കളാഴ്ചയിലെ പ്രാർത്ഥനയിൽ നമ്മൾ ആ മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്ന 4 പേരെ ഓരോരുത്തരായി കാണും. ലാസർ, മാർത്ത, മറിയം, യൂദാസ്. അവരിലൂടെ ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന നമ്മളെത്തന്നെ നമ്മൾ കാണും. ഒടുവിൽ ആ മേശയുടെ നടുക്കിരിക്കുന്ന യേശുവിനെ നമ്മൾ ധ്യാനിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വിശുദ്ധ വാരത്തിലെ ആദ്യ വായന യെശയ്യാപ്രവാചകൻ കുരുട്ടുകണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ കാരാഗൃഹത്തിൽ നിന്നും വിടുവിപ്പാനും. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ 12:1 മുതൽ 11 വരെ. യേശു മരിച്ചവരിൽ നിന്ന് ഉയിർപ്പിച്ച ലാസർ പാർത്ത ബേഥാനിയയിലേക്ക് യേശു പെസഹയ്ക്കു 6 ദിവസം മുമ്പ് വന്നു. അവിടെ അവരവന്നു ഒരു അത്താഴമൊരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസരോ അവനോടുകൂടെ പന്തിയിലിരുന്നവരിൽ ഒരുവനായിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജടാമാംസി തൈലം ഒരു റാത്തലെടുത്തു. യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. എന്നാൽ അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുപ്പാനുള്ള യൂദ ഈസ്കരിയോത്താവും. ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റു ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്തു എന്ന് പറഞ്ഞു. ഇതു ദരിദ്രന്മാരെക്കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തൻ്റെ പക്കലാകയാൽ അതിലിട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ പറഞ്ഞതു. യേശുവോ, അവളെ വിടുക, എൻ്റെ ശവസംസ്കാര ദിവസത്തിനായി അവളിത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. ദരിദ്രന്മാർ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അടുക്കയുണ്ടല്ലോ, ഞാൻ എല്ലായ്പ്പോഴും അടുക്കയില്ലതാനും എന്നു പറഞ്ഞു. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിൽ നിന്ന് സങ്കീർത്തനം 27:1. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? പന്തിയിലിരുന്നവരിൽ ഒരുവൻ. എന്നാൽ ഒരു നിമിഷം ചിന്തിക്കുക. ഈ ഒരുവൻ 2 ആഴ്ച മുൻപ് ശവക്കച്ചയിൽ ചുറ്റിക്കെട്ടി കല്ലറയിൽ കിടന്നവനാണ്. മരണത്തിൻ്റെ ഗന്ധമുയർന്ന ഇടം. ഇന്നവൻ ഭക്ഷണത്തിൻ്റെ ഗന്ധം ആസ്വദിക്കുന്നു. കല്ലറയുടെ ഇരുട്ടിൽ നിന്ന് എണ്ണവിളക്കിൻ്റെ വെളിച്ചത്തിലേക്ക്, ശവക്കച്ചയിൽ നിന്ന് അത്താഴ വസ്ത്രത്തിലേക്ക്. ഇവിടെ ലാസർ ഒന്നും പറയുന്നില്ല. മുഴുവൻ സുവിശേഷത്തിലും ലാസറിൻ്റെ ഒരൊറ്റ വാക്കുപോലും രേഖപ്പെടുത്തിയിട്ടില്ല, ഒരിക്കലും. എന്നാൽ ലാസർ ഒന്നും പറയേണ്ടതില്ല. അവൻ്റെ സാന്നിധ്യം തന്നെയാണ് സന്ദേശം. കല്ലറയിൽ നിന്ന് തിരിച്ചു വന്ന ഒരു മനുഷ്യനിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇത് ദൈവശക്തിയുടെ ഏറ്റവും ശക്തമായ പ്രഘോഷണമാണ്, ഒരു വാക്കുമില്ലാതെ. ചിലപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ സാക്ഷ്യം നമ്മൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നതാണ്. ഒരുപക്ഷെ ഈ വിശുദ്ധ വാരത്തിൽ ഈ പ്രാർത്ഥന കേൾക്കുന്ന നിങ്ങളും ഒരു ലാസറാണ്. ഒരു കല്ലറയിൽ നിന്ന്, ഒരു രോഗത്തിൻ്റെ കല്ലറയിൽ നിന്ന്, ഒരു വിഷാദത്തിൻ്റെ ഇരുട്ടിൽ നിന്ന്, ഒരു ബന്ധത്തിൻ്റെ മരണത്തിൽ നിന്ന്, ഒരു സാമ്പത്തിക തകർച്ചയുടെ ശവക്കച്ചയിൽ നിന്ന് ക്രിസ്തു നിങ്ങളെ വിളിച്ചു. അവൻ്റെ ശബ്ദം നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു. ഇപ്പോൾ നിങ്ങൾ ഇവിടെയുണ്ട്, ശ്വസിക്കുന്നു, ഈ പ്രാർത്ഥന കേൾക്കുന്നു, ജീവിക്കുന്നു. ലാസറിനെ പോലെ നിങ്ങളുടെ സാന്നിധ്യം തന്നെ ഒരു സാക്ഷ്യമാണ്. നിങ്ങൾ വലിയ പ്രസംഗങ്ങൾ ചെയ്യേണ്ട, ഫേസ്ബുക്കിൽ നീണ്ട സാക്ഷ്യങ്ങൾ പോസ്റ്റ് ചെയ്യേണ്ട. എൻ്റെ ജീവിതം നിൻ്റെ ശക്തിയുടെ സാക്ഷ്യമാവട്ടെ. ഈ മേശയ്ക്ക് ചുറ്റും നിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ ലാസറിനെ പോലെ ഒരുവനായിരിക്കട്ടെ, വാക്കുകളില്ലാതെ എന്നാൽ ജീവനോടെ. ആ ജീവൻ നിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമാണ്.
യെശയ്യാവ് പ്രവാചകൻ പറഞ്ഞതുപോലെ ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളകയില്ല. ചതഞ്ഞ ഓടായിരുന്ന എന്നെ നീ ഒടിച്ചില്ല, എന്നെ ഉയിർപ്പിച്ചു. സ്തോത്രം, 1000 സ്തോത്രം. ആമേൻ. സുവിശേഷം പറയുന്നു, മാർത്ത ശുശ്രൂഷ ചെയ്തു. വെറും 3 വാക്കുകൾ. മാർത്ത ശുശ്രൂഷ ചെയ്തു. ഇന്ന് ലോകത്തെ ഏറ്റവും കുറവ് ശ്രദ്ധിക്കപ്പെടുന്ന 3 വാക്കുകൾ ഇതായിരിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു ഒരിക്കൽ മാർത്തയോട് പറഞ്ഞു, മാർത്ത, മാർത്ത, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ട് ബന്ധപ്പെടുന്നു, ഒന്ന് മാത്രമേ ആവശ്യം. അന്ന് മാർത്ത അടുക്കളയിൽ നിന്ന് പരാതിയോടെ വന്നു, കർത്താവേ, എൻ്റെ സഹോദരി ഒന്നും ചെയ്യുന്നില്ല, അവളോട് എന്നെ സഹായിക്കാൻ പറയൂ. ചിലർ ചോദിക്കും, മാർത്ത മാറിയിട്ടില്ലേ? ഇപ്പോഴും അടുക്കളയിൽ തന്നെ, ഇപ്പോഴും ശുശ്രൂഷ തന്നെ? ഇല്ല പ്രിയരെ, ഇവിടെ ഒരു വലിയ മാറ്റമുണ്ട്. ശ്രദ്ധിക്കുക, ഈ തവണ പരാതിയില്ല, അസൂയയില്ല. മറിയം ഇരുന്നിട്ട് ഞാൻ മാത്രം ജോലി ചെയ്യുന്നു എന്ന പരിഭവമില്ല. 3 വാക്കുകൾ. മാർത്ത ശുശ്രൂഷ ചെയ്തു, അത്രമാത്രം. ശാന്തം, മൗനം, സ്നേഹം. മാർത്ത, മാർത്ത. ആ യേശുവിൻ്റെ ദയാപൂർണമായ തിരുത്ത് അവൾ പഠിച്ചു. ഇപ്പോൾ മാർത്ത ശുശ്രൂഷ ചെയ്യുന്നു. കടമ കൊണ്ടല്ല, സ്നേഹിക്കുന്നതുകൊണ്ട്. ബാധ്യത കൊണ്ടല്ല, കൃതജ്ഞത കൊണ്ട്. ആരും ഒരു ചെറിയ മുറിയിൽ കുടുംബത്തിനായി ജോലി ചെയ്യുന്നു. ആരും കാണുന്നില്ല. എന്നാൽ അവൻ്റെ വിയർപ്പ് ഒരു പ്രാർത്ഥനയാണ്. ഒരു അച്ഛൻ ചെറിയ ഗ്രാമത്തിൽ, ആയിരങ്ങളറിയാത്ത ഒരു ചെറിയ ദേവാലയത്തിൽ എല്ലാ ദിവസവും വിശ്വസ്തമായി കുർബാന ചൊല്ലുന്നു. ലൈവ് സ്ട്രീമിംഗ് ഇല്ല, ആയിരങ്ങളുടെ കയ്യടിയില്ല, എന്നാൽ ദൈവം കാണുന്നു. യെശയ്യാവ് 42:2 പറയുന്നു, അവൻ നിലവിളിക്കുകയില്ല, ഒച്ചയുണ്ടാക്കുകയില്ല, തെരുവീഥിയിൽ തൻ്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. ദൈവത്തിൻ്റെ ദാസൻ ക്രിസ്തു ആരവമില്ലാതെ വന്നു, ശബ്ദമുയർത്താതെ ശുശ്രൂഷ ചെയ്തു. മാർത്തയും അതുതന്നെ ചെയ്യുന്നു. മാർത്തയുടെ ശുശ്രൂഷ ഒരു മൗന പ്രാർത്ഥനയാണ്. ഓരോ പാത്രവും കഴുകുമ്പോൾ, ഓരോ ഭക്ഷണവും വിളമ്പുമ്പോൾ അവൾ പറയുന്നു, കർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എൻ്റെ കൈകൾ കൊണ്ട്. കർത്താവെ, ചിലപ്പോൾ ഞാൻ മാർത്തയാണ്. എൻ്റെ ശുശ്രൂഷ ആരും കാണുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചെയ്യുന്ന ത്യാഗങ്ങൾ ആരും അറിയുന്നില്ല. ഞാൻ ഉറക്കമൊഴിക്കുന്ന രാത്രികൾ ആരും കാണുന്നില്ല. എന്നാൽ കർത്താവെ, ഇന്ന് ഈ വിശുദ്ധ തിങ്കളാഴ്ച എൻ്റെ ഹൃദയത്തിലെ പരാതി നീക്കണമേ. എൻ്റെ ഉള്ളിലെ അസൂയ മാറ്റണമേ. അവരിയ്ക്കുന്നു, ഞാൻ ജോലി ചെയ്യുന്നു എന്ന കയ്പില്ലാതാക്കണമേ. എൻ്റെ കൈകൾ നിനക്കായി ചലിക്കട്ടെ, പരാതിയില്ലാതെ, താരതമ്യമില്ലാതെ, ക്യാമറയുടെ മുമ്പിലല്ലാതെ. മാർത്ത ശുശ്രൂഷ ചെയ്തു. ഈ ലളിതമായ വാക്യം എൻ്റെ ജീവിതത്തിൻ്റെ തലക്കെട്ടാകട്ടെ. ആരും കാണാത്ത എൻ്റെ ശുശ്രൂഷ നിൻ്റെ കണ്ണുകൾ കാണും. ഒരു സാധാരണ തൊഴിലാളിയുടെ ഒരു മുഴുവർഷത്തെ കൂലി, ഒരു കുടുംബത്തിൻ്റെ സമ്പാദ്യം. ഒരുപക്ഷെ മാർത്തയുടെയും മറിയത്തിൻ്റെയും ലാസറിൻ്റെയും കുടുംബം തലമുറകളായി ശവസംസ്കാരത്തിനായി, വിവാഹത്തിനായി, ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നിമിഷങ്ങൾക്കായി മാറ്റിവെച്ചത്. മറിയം ആ മുഴുവൻ ബിന്ദുയും ഒരു നിമിഷത്തിൽ ഒഴിച്ചു കളഞ്ഞു. ഒരു തുള്ളിയല്ല, മുഴുവനും. 2. യേശുവിൻ്റെ കാലിൽ പൂശി. ആ കാലത്ത് ഒരു അതിഥിയുടെ തലയിൽ തൈലം പൂശുന്നതാണ് ആചാരം, സാധാരണമായി തലയിൽ. പക്ഷേ മറിയം കാലിൽ പൂശി. കാൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും താഴ്ന്ന ഭാഗം, പൊടിയും ചെളിയും നിറഞ്ഞ ചെരുപ്പിനുള്ളിലെ ഭാഗം. അവൾ ഏറ്റവും ഉയരത്തിലുള്ളതിനെ, ഏറ്റവും വിലയേറിയ തൈലം ഏറ്റവും താഴ്ന്ന ഭാഗത്ത് ഒഴിച്ചു. ഇതാണ് യഥാർത്ഥ സ്നേഹം. ഏറ്റവും ഉത്തമമായത്, ഏറ്റവും വിനയമായ രീതിയിൽ, യാതൊരു അഹങ്കാരവുമില്ലാതെ ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഒഴിച്ചു കളയുക. 3. തൻ്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. ഒരു യഹൂദ സ്ത്രീ പൊതുസ്ഥലത്ത് മുടി അഴിക്കുക, ഇത് ആ സംസ്കാരത്തിൽ അങ്ങേയറ്റം അപമാനകരമായ കാര്യമായിരുന്നു. വിവാഹിതയായ ഒരു സ്ത്രീ പൊതുവിൽ മുടി അഴിച്ചിടുന്നത് ലജ്ജയായി കണക്കാക്കിയിരുന്നു. മറിയം ആ സാമൂഹിക നിയമം ലംഘിക്കുന്നു. കാരണം അവളുടെ സ്നേഹം സമൂഹത്തിൻ്റെ അഭിപ്രായത്തേക്കാൾ വലുതാണ്. അവൾ ചിന്തിക്കുന്നില്ല ആളുകൾ എന്തു പറയും. അവൾ ചിന്തിക്കുന്നില്ല ഇത് ശരിയായ ആചാരമാണോ. അവൾ ഒന്നു മാത്രം ചിന്തിക്കുന്നു, ഇവൻ എൻ്റെ കർത്താവാണ്. ഇവൻ പൗലോസ് അപ്പോസ്തലൻ എഴുതി, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിനും ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. നിങ്ങൾ ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാണോ? നിങ്ങൾ നടക്കുന്നിടത്ത്, ജോലിസ്ഥലത്ത്, കുടുംബത്തിൽ,
സഭയിൽ, അയൽക്കാരൻ്റെ ഇടയിൽ ക്രിസ്തുവിൻ്റെ സുഗന്ധം പരക്കുന്നുണ്ടോ? അതോ മറ്റെന്തിൻ്റെയോ ഗന്ധമാണോ? ഇവിടെ ഒരു ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. എൻ്റെ ജീവിതത്തിലെ മർദ് എന്താണ്? നിങ്ങളുടെ ഏറ്റവും വിലയേറിയത് നിങ്ങളുടെ സമയം, നിങ്ങളുടെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ ധനം, നിങ്ങളുടെ ഭാവി, നിങ്ങളുടെ യൗവനം, ഇതൊക്കെ ക്രിസ്തുവിൻ്റെ കാൽക്കൽ ഒഴിച്ചു കളയാൻ നിങ്ങൾ തയ്യാറാണോ? മറിയം തയ്യാറായി. ഒരു തുള്ളി ബാക്കി വച്ചില്ല. ഒരു ചെറിയ ഭാഗം നാളേക്കായി മാറ്റിവെച്ചില്ല. മുഴുവനും ഒഴിച്ചു കളഞ്ഞു. എന്നാൽ കളഞ്ഞു എന്ന വാക്ക് ശരിയല്ല. ഒന്നും നഷ്ടമായിട്ടില്ല. ആ സൗരഭ്യം 2000 വർഷങ്ങൾക്ക് ശേഷവും ഈ ഭൂമി മുഴുവൻ നിറഞ്ഞിരിക്കുന്നു. മത്തായി 26:13 യേശു പറയുന്നു, ലോകത്തിൽ എവിടെയെല്ലാം ഈ സുവിശേഷം അറിയിക്കപ്പെടുമോ അവിടെയെല്ലാം ഈ സ്ത്രീ ചെയ്തത് അവളുടെ ഓർമ്മയ്ക്കായി പറയും. ക്രിസ്തുവിൻ്റെ കാൽക്കൽ ഒഴിച്ചു കളയുന്നത് ഒരിക്കലും നഷ്ടമല്ല, ഒരിക്കലും. കർത്താവായ യേശുവേ, ഞാൻ മറിയത്തെപ്പോലെ നിൻ്റെ കാൽക്കൽ വരുന്നു ഇന്ന് ഈ വിശുദ്ധ തിങ്കളാഴ്ച. എൻ്റെ കയ്യിൽ എൻ്റെ ജീവിതത്തിൻ്റെ നർദുണ്ട്. എൻ്റെ ഏറ്റവും വിലയേറിയത്, എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ഭയങ്ങൾ, എൻ്റെ അത്ഭുതങ്ങൾ കണ്ടവൻ, പ്രസംഗങ്ങൾ കേട്ടവൻ, മരിച്ചവർ ഉയർക്കുന്നത് കണ്ടവൻ, യൂദ ഈസ്കരിയോത്താവ്. മറിയം ആ തൈലമൊഴിക്കുമ്പോൾ, ആ സൗരഭ്യം മുറി മുഴുവൻ നിറയ്ക്കുമ്പോൾ, മറ്റുള്ളവർ അത്ഭുതപ്പെടുന്ന നിമിഷത്തിൽ യൂദാസ് ഒന്ന് മാത്രം ചിന്തിക്കുന്നു: 300. ഈ തൈലം 300 വെള്ളിക്കാശിന്ന് വിറ്റു ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞതു എന്തോ? ശ്രദ്ധിക്കുക, യൂദാസ് ഒരു കണക്കുകൂട്ടൽ നടത്തുന്നു. മറിയം ആ മുറി മുഴുവൻ സൗരഭ്യം കൊണ്ട് നിറയ്ക്കുമ്പോൾ യൂദാസിൻ്റെ മൂക്കിൽ ഒരു ഗന്ധം മാത്രം, പണത്തിൻ്റെ ഗന്ധം. സ്നേഹത്തിൻ്റെ നിമിഷത്തിൽ അവൻ കാൽക്കുലേറ്റർ പോലെ ചിന്തിക്കുന്നു: 300 ധനാറ വില. വിറ്റിരുന്നെങ്കിൽ ദരിദ്രർ. അക്കങ്ങൾ, മൂല്യം, ലാഭം, നഷ്ടം. എന്നാൽ യോഹന്നാൻ മൂടുപടം മാറ്റുന്നു. അവൻ എഴുതുന്നു: ഇതു ദരിദ്രന്മാരെക്കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തൻ്റെ പക്കലാകയാൽ അതിലിട്ടതു എടുത്തു വന്നതുകൊണ്ടും അത്രേ പറഞ്ഞതു. യൂദാസിൻ്റെ കരുണ ഒരു മുഖാവരണമാണ്. ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നു എന്ന വാക്ക് മനോഹരമാണ്, ന്യായമാണ്, ലോജിക്കലാണ്. എന്നാൽ അതിനടിയിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു കള്ളൻ്റെ ഹൃദയം. പണസഞ്ചിയിൽ നിന്ന് മോഷ്ടിക്കുന്നവൻ്റെ ന്യായീകരണം. ഇതാണ് യൂദാസിൻ്റെ ഏറ്റവും ഭയങ്കരമായ ഭാഗം. അവൻ്റെ പാപം നല്ല വാക്കുകളിൽ പൊതിഞ്ഞിരിക്കുന്നു. ദരിദ്രർ എന്ന വാക്കുപയോഗിച്ച് അവൻ തൻ്റെ ലോഭത്തെ മറയ്ക്കുന്നു. ജീവകാരുണ്യം എന്ന മുഖാവരണം ഉപയോഗിച്ച് സ്വാർത്ഥതയെ ന്യായീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തുവിനെ 30 വെള്ളിക്കാശിന് വിറ്റു. 300 ധനാർ മറിയം കൊടുത്തു. 30 വെള്ളിക്കാശ് യൂദാസ് വാങ്ങി. ഒരേ മേശയ്ക്ക് ചുറ്റുമിരുന്ന 2 പേർ, ഒരേ യേശുവിനെ കണ്ട 2 ഹൃദയങ്ങൾ. ഒന്ന് ഒഴിച്ചു കളഞ്ഞു, മറ്റൊന്ന് വിറ്റു. ഇതാണ് ബേഥാന്യയിലെ മേശയുടെ ചോദ്യം. നിന്റെ ഹൃദയമൊഴിക്കുന്ന ഹൃദയമോ വിൽക്കുന്ന ഹൃദയമോ? എന്നാൽ ഒരു നിമിഷം, യൂദാസിനെ അവൻ മാത്രമായി കാണാൻ നമുക്ക് എളുപ്പമാണ്. അത് യൂദാസാണ്, ഞാനല്ല എന്ന് പറയാൻ സൗകര്യമാണ്. എന്നാൽ ഈ വിശുദ്ധ വാരത്തിൽ സത്യസന്ധരാകാം. യൂദാസ് ഒരു രാക്ഷസനായിരുന്നില്ല, ഒരു ചെകുത്താനായിരുന്നില്ല. അവൻ ഒരു ശിഷ്യനായിരുന്നു. 3 വർഷം യേശുവിനോടൊപ്പം നടന്ന, യേശുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരുവൻ, അത്ഭുതങ്ങൾ ചെയ്യാൻ അധികാരം ലഭിച്ചവൻ, രോഗികളെ സൗഖ്യമാക്കിയവൻ, സുവിശേഷം പ്രസംഗിച്ചവൻ. അവൻ്റെ വീഴ്ച പെട്ടെന്നൊരു ദിവസം സംഭവിച്ചതല്ല. പതുക്കെ പതുക്കെ, ഓരോ ചെറിയ ചോർച്ചയിലൂടെ, ഓരോ തവണ പണസഞ്ചിയിൽ നിന്ന് ഒരു ചെറിയ തുക എടുക്കുമ്പോൾ, ഓരോ ചെറിയ ഇതൊന്നുമല്ല എന്ന ചിന്തയിലൂടെ അവൻ്റെ ഹൃദയം കഠിനമായി. ചെറിയ വഞ്ചനകൾ, ചെറിയ മോഷണങ്ങൾ, ചെറിയ ന്യായീകരണങ്ങൾ, ചെറിയ ഇതൊരു വലിയ കാര്യമല്ല എന്ന ചിന്തകൾ, ഇവയെല്ലാം കൂടി ഒരു ദിവസം ക്രിസ്തുവിനെ വിൽക്കുക എന്ന മഹാപാപത്തിലേക്ക് നയിച്ചു. ഇന്ന് ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ഹൃദയത്തിൽ ചെറിയ ചോർച്ചകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ചെറിയ കള്ളങ്ങൾ, ഇതൊരു വലിയ കള്ളമല്ല, ചെറിയ അവനറിയാം ഈ വീട്ടിൽ നിറഞ്ഞ സൗരഭ്യം മാറ്റി നിർത്തിയാൽ അവനെ കാത്തിരിക്കുന്നത് ചാട്ടവാറിൻ്റെ മണം, രക്തത്തിൻ്റെ ഗന്ധം,
ക്രൂശിൻ്റെ കയ്പാണ് എന്ന്. അവനറിയാം 6 ദിവസത്തിനകം ഈ കാലുകൾ, മറിയം തൈലം പൂശിയ ഈ കാലുകൾ ആണി അടിക്കപ്പെടുമെന്ന്. എന്നിട്ടും യേശു ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു യൂദാസിനോടൊപ്പം. ഇതാണ് ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും ആഴമേറിയ രഹസ്യം. യൂദാസ് എന്ത് ചെയ്യുമെന്നറിഞ്ഞിട്ടും യേശു അവനെ മേശയിൽ നിന്ന് അയക്കുന്നില്ല, അവനെ പുറത്താക്കുന്നില്ല. നീ ഒരു കള്ളനാണ്, ഇറങ്ങിപ്പോ എന്ന് പറയുന്നില്ല. യേശു ഈ കഥ അറിഞ്ഞിട്ടും ഈ അന്ത്യം മുന്നിൽ കണ്ടിട്ടും അവനോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇതാണ് യെശയ്യാ പ്രവാചകൻ കണ്ട ദൈവദാസൻ. ചതഞ്ഞ ഓട ഒടിച്ചു കളകയില്ല, പുകയുന്ന തിരി കെടുത്തു കളകയില്ല. യൂദാസിൻ്റെ ഹൃദയം ചതഞ്ഞ ഓടയാണ്, പണക്കൊതിയാൽ ചതഞ്ഞ തഞ്ഞ ഒടിയാറായ ഓട. എന്നിട്ടും യേശു ഒടിക്കുന്നില്ല. ഒരു അവസരം കൂടി കൊടുക്കുന്നു, ഒരു അത്താഴം കൂടി, ഒരു നോട്ടം കൂടി. എന്നാൽ യേശുവിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. മറിയത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച്, അവളെ വിടുക, എൻ്റെ ശവസംസ്കാര ദിവസത്തിനായി അവളിത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. എൻ്റെ ശവസംസ്കാര ദിവസം, ആ സന്തോഷകരമായ അത്താഴത്തിൻ്റെ നടുക്ക്, ലാസർ ജീവിച്ചിരിക്കുന്ന ഉത്സവത്തിൽ യേശു തൻ്റെ സ്വന്തം മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ശാന്തമായി, ഭയമില്ലാതെ. ലാസർ, കല്ലറയിൽ നിന്ന് പുറത്തു വന്നവൻ, ഈ മേശയിലിരിക്കുന്നു. യേശു കല്ലറയിലേക്ക് അകത്തു പോകാൻ ഒരുങ്ങും. ഞാൻ ആരെ ഭയപ്പെടും? ക്രൂശിനെ മുന്നിൽ കണ്ടിട്ടും യൂദാസിനെ അടുത്ത് ഇരുത്തിയിട്ടും മരണത്തെ തൊട്ടടുത്ത് കണ്ടിട്ടും ഞാൻ ആരെ ഭയപ്പെടും? പ്രിയ സഹോദരങ്ങളെ, ബേഥാനിയയിലെ ഈ മേശ ഒരു ദർപ്പണമാണ്. ഈ മേശയ്ക്ക് ചുറ്റുമിരിക്കുന്ന ഓരോ കഥാപാത്രവും നമ്മുടെ ഉള്ളിലെ ഒരു ഭാഗമാണ്. ലാസർ ദൈവം കല്ലറയിൽ നിന്ന് വിളിച്ച, പുറത്തു കൊണ്ടുവന്ന, ജീവൻ നൽകിയ ഭാഗം. ഒരു അത്ഭുതത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷ്യം. മാർത്ത ശബ്ദമില്ലാതെ, ആരും കാണാതെ വിശ്വസ്തമായി ശുശ്രൂഷ ചെയ്യുന്ന ഭാഗം. ക്ഷമ, കടമ, കൈകൾ കൊണ്ടുള്ള സ്നേഹം. മറിയം ലോജിക്കില്ലാതെ, കണക്കുകൂട്ടലില്ലാതെ, ലോകം ധൂർത്ത് എന്ന് വിളിക്കുന്ന രീതിയിൽ ക്രിസ്തുവിൻ്റെ കാൽക്കലെല്ലാം ഒഴിച്ചു കളയുന്ന ഭാഗം. യൂദാസ് കണക്കുകൂട്ടുന്ന, ന്യായമായ കാരണങ്ങൾ പറയുന്ന, ചെറിയ ചോർച്ചകൾ അനുവദിക്കുന്ന, പതുക്കെ ദൈവത്തിൽ നിന്ന് അകലുന്ന ഭാഗം. ഈ വിശുദ്ധ തിങ്കളാഴ്ച, ഈ വിശുദ്ധ വാരത്തിൻ്റെ ആദ്യ ദിവസം ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഈ ആഴ്ച, ക്രൂശിലേക്ക് നനയിക്കുന്ന ഈ വിശുദ്ധ ആഴ്ച, ഞാൻ ഏത് ഹൃദയത്തോടെ യേശുവിൻ്റെ അരികിലേക്ക് നടക്കും? ലാസറിൻ്റെ കൃതജ്ഞതയോടെ, മാർത്തയുടെ വിശ്വസ്ത ശുശ്രൂഷയോടെ, മറിയത്തിൻ്റെ അളവില്ലാത്ത സ്നേഹത്തോടെ, അതോ യൂദാസിൻ്റെ കണക്കുകൂട്ടലോടെ? നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഈ വിശുദ്ധ വാരത്തിൻ്റെ പ്രാർത്ഥന. കർത്താവായ യേശു ക്രിസ്തുവേ, ഈ വിശുദ്ധ തിങ്കളാഴ്ച ബേഥാനിയയിലെ ആ അത്താഴമേശ എൻ്റെ മുമ്പിൽ തുറന്നു കിടക്കുന്നു. ലാസറിൻ്റെ കൃതജ്ഞത എനിക്ക് നൽകണമേ. കല്ലറയിൽ നിന്ന് എൻ്റെ ഉള്ളിലെ 300 ധനാറ കണക്ക്, ആ ലോഭം, ആ സ്വാർത്ഥത മാറ്റണമേ. നിൻ്റെ സ്നേഹം, ആ മേശയുടെ നടുക്കിരുന്ന് എല്ലാം അറിഞ്ഞിട്ടും ഓരോരുത്തരെയും ചേർത്തു നിർത്തിയ, യൂദാസിനെ പോലും ഒഴിവാക്കാത്ത ആ സ്നേഹം എൻ്റെ ഹൃദയത്തെ തൊടട്ടെ. ഈ വിശുദ്ധവാരം, ക്രൂശിലേക്ക് നയിക്കുന്ന ഈ ആഴ്ച, ഞാൻ മറിയത്തിൻ്റെ ഹൃദയത്തോടെ നിൻ്റെ അരികിൽ നടക്കട്ടെ. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീടു നിറഞ്ഞു. എൻ്റെ ജീവിതത്തിൻ്റെ സൗരഭ്യം കൊണ്ട് നിൻ്റെ ലോകം നിറയട്ടെ. യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ, ചതഞ്ഞ ഓട ഒടിച്ചു കളകയില്ല, പുകയുന്ന തിരി കെടുത്തു കളകയില്ല. ചതഞ്ഞ ഓടയായ എന്നെ, പുകയുന്ന തിരിയായ എരിയായ എന്നെ നീ ഒടിക്കില്ല, നീ കെടുത്തില്ല, നീ നിലനിർത്തും. ഈ വിശ്വാസത്തോടെ യഹോവയിങ്കൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കെ. നിൻ്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഈ വിശുദ്ധ വാരത്തിലേക്ക് ഞാൻ കാലെടുത്തു വയ്ക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വിശുദ്ധ വാരത്തിൽ ഈ പ്രാർത്ഥന ഒരു സുഹൃത്തിന്, ഒരു കുടുംബാംഗത്തിന് അയച്ചു കൊടുക്കുക. ഒരുപക്ഷെ ആ ഒരു ഷെയർ ആരുടെയെങ്കിലും ജീവിതത്തിലെ നർദിൻ്റെ സൗരഭ്യമായേക്കാം. നാളെ വിശുദ്ധ ചൊവ്വാഴ്ച നമ്മൾ വീണ്ടും ഈ വിശുദ്ധ വാരയാത്ര തുടരും. നാളെ ആ ചെറിയ ചോർച്ചകൾ എവിടേക്ക് നയിക്കുന്നു എന്ന്, യൂദാസിൻ്റെ ഇരുട്ട് എത്ര ആഴത്തിലേക്ക് പോകുന്നു എന്ന് നമ്മൾ ധ്യാനിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.